മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. KTU ഡിജിറ്റൽ VCമാരെ സുപ്രീം കോടതി നിയമിക്കും. ബുധനാഴ്ച മുദ്രവെച്ച കവറിൽ പേരുകൾ നൽകാൻ ധൂലിയ സിമിക്ക് നിർദ്ദേശം നൽകി. VC നിയമനത്തിൽ സർക്കാർ ഗവർണർ സമവായം പാളിയതോടെയാണ് കോടതിയുടെ ഇടപെടൽ. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, KTU ഡിജിറ്റൽ VCമാരെ സുപ്രീം കോടതിയായിരിക്കും നിയമിക്കുക. മുദ്രവെച്ച കവറിൽ പേരുകൾ നൽകാനൊക്കെ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും KTU ഡിജിറ്റൽ VC നിയമനത്തിൽ ഇപ്പോൾ സർക്കാരിനും ഗവർണർക്കും തിരിച്ചടി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. VCയെ സുപ്രീം കോടതി നിയമിക്കുമെന്നതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം. സുപ്രീം കോടതി ഡിജിറ്റൽ VC നിയമനത്തിൽ KTU ഡിജിറ്റൽ VC നിയമനത്തിൽ സുപ്രീം കോടതി തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. സുപ്രീം കോടതി VCയെ നിയമിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സർക്കാരും ഗവർണറും തമ്മിലുള്ള സമവായം ചർച്ചകളിൽ സമവായമാകാതെ വന്നതോടുകൂടി തന്നെയാണ് സുപ്രീം കോടതി ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ബുധനാഴ്ച മുദ്രവെച്ച കവറിൽ ഓരോ പേരുകൾ നൽകാൻ ധൂലിയ സമിതി, അതായത് VC നിയമനവുമായി ബന്ധപ്പെട്ട് ഒരു സമിതിയെ സുപ്രീം കോടതി തീരുമാനിച്ചിരുന്നു. റിട്ടയർഡ് ജസ്റ്റിസ് ധൂലിയ അധ്യക്ഷനായ സമിതിയാണ് നിയമിച്ചത്. ഈ സമിതി ഓരോ പേരുകൾ നൽകണമെന്നാണ് ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. നേരത്തെ ഈ സമവായം ഗവർണറും അതോടൊപ്പം തന്നെ സർക്കാർ തമ്മിലുള്ള സമവായം പാളിയതോടെയാണ് ഇതിലുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. എന്തായാലും സർക്കാരും ഗവർണറും തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനത്തിലേക്ക് എത്തണമെന്ന് നേരത്തെ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ അത് കാണാതെ വന്നതോടെ ചർച്ച പരിഹാരമാകാതെ വന്നതോടെ, അല്ലെങ്കിൽ ചർച്ചയിൽ തീരുമാനമാകാതെ വന്നതോടെ സുപ്രീം കോടതി കടുത്ത നിലപാടിലേക്ക് പോവുകയായിരുന്നു. വീണ്ടും കോടതി സർക്കാരും അതോടൊപ്പം തന്നെ ഗവർണറും തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനത്തിലേക്ക് എത്തണം, അല്ലെങ്കിൽ ശക്തമായ നടപടിയിലേക്ക് സുപ്രീം കോടതി പോകും എന്നൊരു നിർദ്ദേശവും എന്നൊരു മുന്നറിയിപ്പും കൂടെ നേരത്തെ നൽകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. എന്തായാലും അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം മന്ത്രി ആർ ബിന്ദു അതോടൊപ്പം തന്നെ പി രാജീവും ഗവർണർ നേരിൽ കണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. പക്ഷേ അവിടെയും തീരുമാനമായിരുന്നില്ല. എന്തായാലും ഗവർണർ നിർദ്ദേശിച്ച പേരുകളും മുഖ്യമന്ത്രി നിർദ്ദേശിച്ച പേരുകളും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു ഭിന്നത ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിലാണ് ഇതൊരു തീരുമാനത്തിലേക്ക് എത്താതെ പോയത്. സെർച്ച് കമ്മിറ്റി നൽകിയ VC നിയമന പാനലിൽ നിന്നും ഡിജിറ്റലിലേക്ക് ഡോക്ടർ സജി ഗോപിനാഥിനെയും സാങ്കേതിക സർവകലാശാലയിലേക്ക് C സതീഷ് കുമാറിനെയുമാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത്. ഗവർണർ ശുപാർശ ചെയ്തത് ഡോക്ടർ പ്രിയചന്ദ്രൻ അതോടൊപ്പം തന്നെ ഡോക്ടർ സിസ തോമസ് എന്നിവരുടെ പേരുകളായിരുന്നു. പക്ഷേ ഈ സിസ തോമസിന്റെ പേര് അംഗീകരിക്കാൻ സർക്കാർ ഒരു ഘട്ടത്തിലും തയ്യാറായിരുന്നില്ല എന്നതാണ് പറയേണ്ട കാര്യം. എന്തായാലും അതോടുകൂടി തന്നെയാണ് ഇതൊരു സമവായത്തിലേക്ക് എത്താതെ പോയതെന്നതാണ് പറയേണ്ട ഒരു കാര്യം. എന്തായാലും ഇന്ന് കോടതി ഈ വിഷയം പരിഗണിച്ച ഘട്ടത്തിൽ ഈ സർക്കാർ ഗവർണർ ചർച്ച സമവായമാകാതെ വന്നതോടുകൂടി തന്നെയാണ്, അല്ലെങ്കിൽ തീരുമാനമാകാതെ വന്നതോടുകൂടി തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതി VC നിയമിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ജസ്റ്റിസ് ധൂലിയ സമിതിയോട് ഓരോ പേരുകൾ ബുധനാഴ്ചയ്ക്കകം മുദ്രവെച്ച കവറിൽ സമർപ്പിക്കാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും VC നിയമനത്തിൽ ഒരു തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി കടന്നിരിക്കുന്നു, കടുത്ത നടപടിയിലേക്ക് സുപ്രീം കോടതി പോയിരിക്കുന്നു എന്നതാണ് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഇതിൽ സമവായത്തിലെത്തിയില്ലെങ്കിൽ സുപ്രീം കോടതി നേരിട്ട് ഈ രണ്ട് സർവകലാശാലകളിലെയും VCമാരെ നിയമിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഈ വിഷയം കോടതിയുടെ പരിഗണനയിലിരിക്കുന്നതിനാൽ സമവായം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ വിഷയം ഈ കോടതിയിൽ വരുമ്പോൾ ശക്തമായ നടപടിയിലേക്ക് പോകുമെന്ന രീതിയിലുള്ള നിർദ്ദേശം അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് കോടതിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം വന്നിരുന്നു. എന്തായാലും ഇന്നലെ ഈ ഗവർണറുമായി മന്ത്രിമാരായ മന്ത്രി ആർ ബിന്ദുവും അതോടൊപ്പം തന്നെ പി രാജീവും കൂടിക്കാഴ്ച നടത്തി ചർച്ചകളെല്ലാം തന്നെ നടത്തിയിരുന്നു. ആ ചർച്ചയും സമവായമാകാതെ പോയതോടുകൂടി തന്നെയാണ് കടുത്ത നടപടിയിലേക്ക് സുപ്രീം കോടതി പോയിരിക്കുന്നത്. എന്തായാലും ഡിജിറ്റൽ KTU VC നിയമനത്തിൽ സുപ്രീം കോടതി ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ VCമാരെ സുപ്രീം കോടതി നിയമിക്കും. ഓരോരുത്തരുടെയും ഓരോ പേരുകൾ നൽകാൻ മുദ്രവെച്ച കവറിൽ ബുധനാഴ്ചയ്ക്കകം ഓരോ പേരുകൾ നൽകാൻ ഇപ്പോൾ റിട്ടയർഡ് ജസ്റ്റിസ് ധൂലിയ സമിതിയോട് കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. അരുണിമ. ശരി, വ്യക്തമാണ്. KTU ഡിജിറ്റൽ VCമാരെ സുപ്രീം കോടതി നിയമിക്കുമെന്നൊരു നിർണായകമായ ഒരു വാർത്തയാണ് വരുന്നത്. ബുധനാഴ്ച മുദ്രവെച്ച കവറിൽ പേരുകൾ നൽകാൻ ധൂലിയ സമിതിക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. VC നിയമനത്തിൽ സർക്കാർ ഗവർണർ സമവായം പാളിയതോടെയാണ് കോടതിയുടെ ഈ ഒരു ഇടപെടൽ തന്നെ. കൂടുതൽ വിവരങ്ങൾ നൽകിയത് KC ഉണ്ണികൃഷ്ണനാണ്.